17,000 ഇന്ത്യക്കാരെ ഗൾഫ് രാജ്യങ്ങൾ പുറത്താക്കാൻ പോവുകയാണ്. ചിലപ്പോൾ ഇങ്ങനൊരു വാർത്ത അധികം വൈകാതെ വരുമെന്ന് ഏതാണ്ട് ഒരു മാസം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അന്ന് കുറേ പേർ അത് ശരിയാണ്, അത്തരം ചില നടപടികൾ ഗൾഫ് രാജ്യങ്ങളിൽ GCC കൺട്രികൾ എടുക്കുന്നുണ്ട് എന്ന് എന്നെ അറിയിച്ചു. ചിലരൊക്കെ പറഞ്ഞു വെറുതെ തള്ളാണെന്ന് പറഞ്ഞു. പക്ഷേ ദാ ആ പ്രോസസ്സിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു. 20,000 പാകിസ്ഥാനികളെ GCC രാജ്യങ്ങൾ പുറത്താക്കാൻ അവരുടെ നാഷണൽ അസംബ്ലി തീരുമാനിച്ചു. നാർക്കോട്ടിക് കൺട്രോൾ മിനിസ്ട്രി ഡാറ്റ, നാഷണൽ അസംബ്ലിയുടെ ഡാറ്റ പ്രകാരമാണ് 17,000 പാകിസ്ഥാനികളെ നാട് കടത്തിയതായി ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. കേരളത്തിൽ ഒരൊറ്റ മാധ്യമത്തിൽ ഈ വാർത്തയില്ല. ഗൾഫിലുള്ള GCC രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പരിശോധിക്കാം. സംഭവം ശരിയാണ്. എന്താ കാരണം എന്നറിയാമോ? ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുമാറ് വീഡിയോകൾ ചിത്രീകരിച്ചു. ഫേസ്ബുക്കിലും എക്സിലും ഒക്കെ ഇത്തരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു, കമൻറ്റുകളിട്ടു, പോസ്റ്റുകൾ എഴുതി. ഇതാണ് ആരോപണം. ആരോപണമല്ല, കണ്ടുപിടിച്ചത്. എന്തിനെക്കുറിച്ചാണെന്നറിയോ? അതായത് ഇപ്പോൾ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ആക്രമണത്തിൻ്റെ ചിത്രങ്ങൾ തങ്ങളുടെ പേജുകളിൽ, സോഷ്യൽ മീഡിയ പേജുകളിൽ ഫോട്ടോയും വീഡിയോയും ഒക്കെ പ്രദർശിപ്പിച്ച ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം സന്തോഷിക്കലായിരുന്നു. അതായത് ഇവർ ജോലി ചെയ്യുന്ന രാജ്യത്തെ ശത്രു രാജ്യമായ ഇറാൻ ആക്രമിച്ചതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇട്ടിട്ട് കണ്ടില്ലേ നമ്മുടെ ഇറാൻ എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദം പ്രകടിപ്പിച്ചു. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, ഗൾഫ് രാജ്യങ്ങളുമായി ഖത്തർ, സൗദി അറേബ്യ, UAE, ഒമാൻ, കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇറാൻ്റെ കയ്യിൽ നിന്ന് ഭേഷ കിട്ടിയല്ലോ. ഈ സമയത്ത് അവിടെ ജോലിയെടുക്കുന്നവർ ആ രാജ്യത്തോട് കൂറ് കാണിക്കാതെ ഇറാൻ അനുകൂലമായ നിലപാടെടുത്തു. ചിലരൊക്കെ ഗൾഫിൽ നിന്ന് നാട്ടിൽ പോയി, പാകിസ്ഥാനിൽ പോയ സമയത്ത് പാകിസ്ഥാനിലിരുന്നാണ് ഈ പണി ചെയ്തത്. പക്ഷേ അതൊക്കെ വളരെ സൂക്ഷ്മമായി ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ വിഭാഗം പരിശോധിക്കുകയും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരിശോധിക്കുകയും ഇവരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കി ഇവരുടെ ചരിത്രം പഠിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് 17,000 പേർ ഇത്തരത്തിൽ അവർ ജോലി ചെയ്യുന്ന, നമ്മുടെ നാട്ടിലെ ചില മലയാളികൾ മുമ്പൊക്കെ പറഞ്ഞിരുന്നല്ലോ, പോറ്റമ്മയായ പോറ്റുന്ന രാജ്യത്തിനെതിരെ ശത്രു രാജ്യത്തിന് അനുകൂലമായി നിലപാടെടുത്തു എന്നതുകൊണ്ടാണ് ഇവരെ പുറത്താക്കിയത്. അത്തരം ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ 20,000-ഓളം ഇന്ത്യക്കാരുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പാകിസ്ഥാൻകാർ 17,000 പേരെ ഇതിനെ സപ്പോർട്ട് ചെയ്തുള്ളൂവെങ്കിൽ 20,000 ഇന്ത്യക്കാർ, കാരണം ഇന്ത്യ ഒരുപടി മുന്നിൽ നിൽക്കണമല്ലോ, അതുകൊണ്ട് 20,000 ഇന്ത്യക്കാർ ഈ പണി ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ അറിയാം, യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറാനെ അനുകൂലിച്ച് മുസ്ലിം പേരുള്ള ഹാൻഡിലുകളിൽ നിന്ന് വലിയ ആഘോഷമായിരുന്നു. സൗദി അറേബ്യ ഉൾപ്പെടെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുമ്പോൾ അതിനെ അപലപിക്കാൻ പോലും തയ്യാറായില്ല എന്നു മാത്രമല്ല, സയനിസ്റ്റ് ഇസ്രയേലിനും സാമ്രാജ്യത്വ അമേരിക്കയ്ക്കും പിന്തുണ കൊടുക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇസ്ലാം വിരുദ്ധ സമീപനമാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു ആഘോഷവും പ്രതിഷേധവും ഒക്കെ രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇതൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഇരുന്ന് ഈ പോസ്റ്റിട്ട ആളുകളുടെ അവസ്ഥ എന്താണെന്നറിയാമോ? ഇന്ത്യയും UAEയും തമ്മിലുള്ള വളരെ ദൃഢമായ ബന്ധം, പ്രത്യേകിച്ച് പ്രതിരോധ രംഗത്തുൾപ്പെടെ സഹകരിക്കാനുള്ള കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി UAEയുടെ താല്പര്യങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരായ ആളുകളുടെ ഡാറ്റ ഇന്ത്യ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തൊരു പണിയാണ് ഇന്ത്യ ചെയ്തത് എന്ന് ചിലരെങ്കിലും ചോദിക്കും. അങ്ങനെ വേണം. ഇന്ത്യ ഏറ്റവും സൗഹാർദ്ദപരമായി ബന്ധമുണ്ടാക്കിയിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ നാശം ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അവരെ ന്യായീകരിക്കേണ്ട, അംഗീകരിക്കേണ്ട, സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഇന്ത്യ ഗവൺമെൻറ്റില്ല. കാരണം രാജ്യവുമായി സൗഹൃദത്തിലുള്ള രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നതും രാജ്യം ടോളറേറ്റ് ചെയ്തില്ല. അങ്ങനെയാണ് നിയമം. അത്തരം വ്യവസ്ഥകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിരുന്നും വിദേശത്തിരുന്നും ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ അപകീർത്തികരമായ നിലപാടുകളെടുത്ത ആളുകളെല്ലാം പുറത്തേക്ക് പോകാൻ പോവുക. ഇനി മാത്രമല്ല, ഈ ദുബായ്, UAE ഉൾപ്പെടെയുള്ള നിയമങ്ങളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇമിഗ്രേഷൻ റൂൾസിൽ വലിയ മാറ്റം വന്നു. ആർക്കും ഇനി അങ്ങനെ ദുബായ് റെസിഡൻസ് വിസ കിട്ടില്ല. മുമ്പൊക്കെ കിട്ടുമായിരുന്നു. ഇനി അതിന് കൃത്യമായി പോലീസ് ക്ലിയറൻസ് വേണം. ഈ നാട്ടിൽ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇനി ദുബായിൽ റെസിഡൻസ് വിസ കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള പോലീസ് സർട്ടിഫിക്കറ്റും വേണം, വെരിഫിക്കേഷൻ വേണം. ആ വെരിഫിക്കേഷൻ്റെ ഭാഗമായി ഇത്തരം പരാമർശങ്ങൾ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എതിരെ വിദ്വേഷ പ്രചാരണം നടത്തി എന്നതിൻ്റെ പേരിലുള്ള പരാതികളോ
ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളോ ഉണ്ടെങ്കിൽ ആ പോലീസ് ക്ലിയറൻസ് കിട്ടില്ല. ഇത്തരം ഒരു പരിശോധന യുഎഇയും നടത്തും. ഇന്ത്യൻ എംബസി വഴി ആവശ്യപ്പെട്ടാൽ ഇന്ത്യ സർക്കാർ അത് കൊടുക്കണം. സ്ഥിരമായി യുഎഇയിൽ താമസിക്കുന്ന ആളുകൾ യുഎഇയോട് അവിടുത്തെ രാഷ്ട്രീയ നിലപാടിനോട് എതിർപ്പുള്ളവരാണെങ്കിൽ അവിടെ ഇനി താമസിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല യുഎഇ വിസയ്ക്കിപ്പോൾ 6 മാസത്തെ ഇന്ത്യയിലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. വിസ നിയമങ്ങൾ അല്ലെങ്കിൽ എമിഗ്രേഷൻ നിയമങ്ങൾ ആകെ ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് യുഎഇ മാറ്റുകയാണ്. യുഎഇയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ കർശനമായ നിലപാട് യുഎഇ എടുക്കാനുള്ള കാരണം യുഎഇ അബ്രഹാം അക്കോർഡിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രയേലുമായി സഖ്യമത്തിലുള്ള രാജ്യമാണ് ഇപ്പോൾ യുഎഇ എന്ന് പറയാം. ഇസ്രയേൽ ഒരുപാട് ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട്. അയൺ ഡോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ യുഎഇക്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി പറഞ്ഞിരുന്നു, യുദ്ധം നടക്കുന്ന സമയത്ത് അൽ ലൈനിൽ നെതന്യാഹു വന്നിരുന്നു എന്ന്. മറ്റാരുമല്ല പറഞ്ഞത്, ഇന്ത്യ ലൈവ് അല്ല പറഞ്ഞത്, ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായിട്ട് പറഞ്ഞു MBZനെ കാണാൻ നെതന്യാഹു ടെല്ലവീവിൽ നിന്ന് പറന്ന് അൽ ലൈനിൽ വന്നിരുന്നു എന്ന് പറഞ്ഞത് നെതന്യാഹുവിൻ്റെ ഓഫീസാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായി ഒരു മുസ്ലിം രാജ്യത്തേക്ക് നെതന്യാഹു പറന്നു വന്ന് യുദ്ധസമയത്ത് ഇറാൻ്റെ ആക്രമണം നിരന്തരം ഏറ്റുകൊണ്ടിരിക്കുന്ന യുഎഇയിൽ എത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ആലോചനകളും വലിയ തീരുമാനങ്ങളും ഒക്കെയുണ്ട്. ഇത് ഇസ്ലാമിസ്റ്റുകൾക്ക് സഹിക്കില്ല. മാത്രമല്ല നമ്മളൊന്ന് ആലോചിക്കണം, 3.5 മണിക്കൂർ ഇങ്ങോട്ട് പറന്ന് തിരിച്ച് അത്രയും പറന്നിട്ടാണ് MBS മോദിയെ കാണാൻ വന്നത്. 40 മിനിറ്റ് സംസാരിക്കാൻ. ഞാൻ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദുബായിയുടെ പ്രസിഡന്റ്, UAEയുടെ പ്രസിഡന്റ് ഏതാണ്ട് 3.5 മണിക്കൂറോളം ഫ്ലൈ ചെയ്ത് ഇവിടെ വന്ന് നരേന്ദ്രമോദിയെ കണ്ട് 40 മിനിറ്റ് സംസാരിച്ചിട്ട് തിരിച്ചുപോയി. അത് ആകെ ഏതാണ്ട് 7 മണിക്കൂർ 8 മണിക്കൂർ അദ്ദേഹം യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. നരേന്ദ്രമോദിയെ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഒരു തരത്തിലും ചോർത്താൻ പറ്റാത്ത ഹോട്ട്ലൈനിലൂടെ സംസാരിക്കാം, അതല്ലെങ്കിൽ വീഡിയോ കോൾ നടത്താം. അതൊന്നും ചെയ്യാതെ എന്തിനാണ് MBZ ഇവിടെ വന്നത്? നാഹിയാനെതിരാണ് മോദിയെ കാണാൻ വന്നത്. ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ. നാഹിയാനും പറഞ്ഞിട്ടില്ല, മോദിയും പറഞ്ഞിട്ടില്ല, UAEയും പറഞ്ഞിട്ടില്ല, ഇന്ത്യയും പറഞ്ഞിട്ടില്ല. അത് ആ മീറ്റിംഗ് അത്ര പ്രധാനപ്പെട്ടതായിരുന്നു. അത്ര പ്രധാനപ്പെട്ട എന്തോ സന്ദേശം കൈമാറാൻ വേണ്ടിയിട്ടാണ് MBZ ഇവിടെ വന്നത്. അതിന് തർക്കമില്ലല്ലോ, ആർക്കും തർക്കമില്ലല്ലോ, ആരും ആശങ്കപ്പെടുന്നുമില്ലല്ലോ എന്തായിരിക്കും അവർ സംസാരിച്ചതെന്ന്. അതേപോലെ തന്നെയാണ് നെതന്യാഹു UAEയിൽ വന്നത്. അത് നിഷേധിക്കാനോ അംഗീകരിക്കാനോ UAE തയ്യാറായിട്ടില്ല. പക്ഷേ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രി UAEയിൽ ചെന്നിറങ്ങി MBZനെ കണ്ടു എന്നത് വീൺവാക്ക് പറയുമോ? നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഏതായാലും ഇന്ത്യ ഇസ്രയേൽ UAE ബന്ധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് UAEയുടെ അതൃപ്തിക്ക് പലതരത്തിൽ പാത്രീഭൂതമായിരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. രണ്ടും ഇസ്ലാമിക രാജ്യങ്ങളാണെങ്കിലും രണ്ടു കൂട്ടരും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. യമനിലെ സർക്കാരിനെ സൗദി പിന്തുണയ്ക്കുമ്പോൾ വിമത സേനയാണ് UAE പിന്തുണയ്ക്കുന്നത്. സെക്കോത്ര ഐലൻഡിൻ്റെ പേരിലുള്ള വിഷയങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളിലും വിഷയങ്ങളുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ UAE പോയിട്ട് ജൂതരാജ്യവുമായി ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നു, സൈനിക സഹകരണം ഉണ്ടായിരിക്കുന്നു, അവരുടെ ആയുധങ്ങൾ വാങ്ങുന്നു. ഉടനെ സൗദി പോയിട്ട് പാകിസ്ഥാനും തുർക്കിയുമായി സഖ്യമുണ്ടാക്കുന്നു. UAEയിലെ രാജാവുമായി അടുപ്പമുള്ള ആളുകൾ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നു. ഇതെന്തിനാണ് ഇങ്ങനൊരു സഖ്യം? ആർക്കെതിരെയാണ് നിങ്ങൾ ഈ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്? മാത്രമല്ല GCC രാജ്യങ്ങൾ തമ്മിൽ ഒരാപത്ത് വന്നാൽ സൈനികമായി സഹായിക്കാമെന്നൊരു കരാറുള്ളപ്പോൾ എന്തിനാണ് പാകിസ്ഥാനും തുർക്കിയും സൗദിയും കൂടെ ഒരു സഖ്യമുണ്ടാക്കുന്നത് എന്ന ചോദ്യം MBZ ചോദിച്ചിട്ടില്ലെങ്കിലും MBZൻ്റെ അടുത്ത വൃത്തങ്ങളെല്ലാം ഈ ചോദ്യം പരസ്യമായി ഉന്നയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും UAE മാധ്യമങ്ങളിലും ഒക്കെ ഇത് വന്നു കഴിഞ്ഞു. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു കാലുഷ്യം ഉണ്ടായിരിക്കുന്നു. ആ സമയത്ത് UAEക്കെതിരെയുള്ള നിലപാടുകൾ പരസ്യമായി പറയുന്ന ആളുകളെ ഞങ്ങളുടെ രാജ്യത്ത് വെച്ച് പൊറുപ്പിക്കില്ല എന്നവർ തീരുമാനിച്ചാൽ ഒരു തരത്തിലും തെറ്റ് പറയാൻ പാടില്ല. ഇതിന് തൊട്ട് മുമ്പാണ് സൗദി അറേബ്യ ആയിരക്കണക്കിന് പാകിസ്ഥാനികളെ കയറ്റിവിട്ടത്. ഇവന്മാർ അവിടെ വന്നിട്ട് സാമൂഹ്യവിരുദ്ധ പരിപാടി ചെയ്യുന്നു, വടിയിലിരുന്നിട്ട് ഈ അറബികളുടെ വേഷവും ധരിച്ചിട്ട് പിച്ച നീണ്ടുന്നു. വിദേശത്തു നിന്നുള്ള ആളുകളൊക്കെ വരുമ്പോൾ സൗദി അറേബ്യയിൽ അറബികൾ ഭിക്ഷയെടുക്കുന്നു എന്ന് കണ്ടാൽ സൗദിക്ക് നാണക്കേടാണെന്ന് കണ്ടിട്ട് പാകിസ്ഥാനികളെ തിരിച്ചയച്ചിരുന്നു. അതൊരു വർഷം മുമ്പാണ്. ഇപ്പോൾ 17,000 പാകിസ്ഥാനികളെ GCC രാജ്യങ്ങളെല്ലാം, UAE മാത്രമല്ല, സൗദി മാത്രമല്ല, ഇവരുടെ ഒരു പൊതു കൗൺസിൽ, ഈ നാഷണൽ അസംബ്ലി നാർക്കോട്ടിക് കൺട്രോൾ മിനിസ്ട്രി ഡാറ്റ എന്ന് പറയുന്നത് ഈ ഗൾഫ് GCC രാജ്യങ്ങളുടെ എല്ലാം ഡാറ്റയാണ്. അവിടെ യുദ്ധസമയത്ത് തങ്ങളുടെ രാജ്യത്തിനെതിരായി നിലപാടെടുത്ത
വിവിധ രാജ്യക്കാരെ കണ്ടെത്താനുള്ള പദ്ധതികളുമായി അവർ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 17,000 പാകിസ്ഥാനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പോൾ നാട് കടത്തിയിരിക്കുന്നത്. അടുത്തത് ഇന്ത്യക്കാരുടെ ലിസ്റ്റാണ്. 20,000 പേരുടെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് പരിശോധിച്ച് ഉറപ്പായും അവരെ നാട് കടത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം, 20,000 പേരിൽ അത്യാവശ്യം നല്ല സംഖ്യ മലയാളികൾ ഉണ്ടാവും. അപ്പോൾ മലയാളി സുഡാപ്പികൾക്ക്, മലയാളി ഇറാനികൾക്ക്, മലയാളി ഖമനേയി ഭക്തന്മാർക്ക് ഇന്ത്യയിൽ വന്ന് അവരുടെ ഈ പരിപാടി തുടരാവുന്നതാണ്. ഇന്ത്യ സർക്കാരും അത്യാവശ്യം വേണ്ട തരത്തിൽ അത് കൈകാര്യം ചെയ്തുകൊള്ളും. ഏതായാലും കഷ്ടപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് UAE പോലെയുള്ള, സൗദി പോലെയുള്ള അല്ലെങ്കിൽ GCC രാജ്യങ്ങളിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് മാന്യമായി പണിയെടുത്ത് കുടുംബം രക്ഷപ്പെടുത്താൻ പോകുന്നതിന് പകരം മതം തലയ്ക്ക് പിടിച്ച് ഇന്ത്യയിലിരുന്ന് ചെയ്യുന്നത് പോലെ ജോലി ചെയ്യുന്ന രാജ്യത്ത് ചെയ്താൽ ആ രാജ്യത്തെ നിയമങ്ങൾ കർശനമാണ് എന്നത് മറക്കുന്നവർക്ക് ഉള്ള ഒരു പാഠമാണ് പാകിസ്ഥാനികളുടെ അനുഭവം. അത് ഇന്ത്യക്കാരനോട് വരുമ്പോൾ നമുക്കിവിടെ നെഞ്ചത്തടിച്ച് കരയാൻ ആളുകളുണ്ടാവും. ഒരുപാട് വരുമ്പോൾ 20,000 പേരെ ഇന്ത്യക്കാരെ കയറ്റിവിട്ടാൽ അതിനകത്തൊരു 5,000-ഓ 10,000-ഓ മലയാളി ഉണ്ടെങ്കിൽ ഇവിടെ വലിയ നിലവിളിയായിരിക്കും. ഇവർക്ക് കേന്ദ്ര സർക്കാർ ഇവർക്ക് ധനസഹായം കൊടുക്കണം. എന്തിനാണ് വേറൊരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തിനെതിരെ നിലപാടെടുത്ത ആളുകളെ കേന്ദ്രം തീറ്റിപ്പോറ്റണോ? ഇവന്മാർ ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പോകുന്ന പണി ഇത് തന്നെയാണ്. ഈ രാജ്യത്തെ, സ്വന്തം മാതൃരാജ്യത്തെ, മാതൃരാജ്യം വേറെയാണല്ലോ, പാകിസ്ഥാനാണല്ലോ, അതുകൊണ്ടല്ല. പിന്നെ അവർ ജീവിക്കുന്ന രാജ്യം, പാസ്പോർട്ട് തന്ന രാജ്യം, ഇന്ത്യ പാസ്പോർട്ട് കൊടുക്കാനുള്ള രാജ്യമാണ്. ആ പാസ്പോർട്ട് ഉണ്ടെങ്കിലേ ഇവനൊക്കെ പറന്ന് നടക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിരുന്ന് അവിടെ ഭാരതത്തിന് അനുകൂലമായി എന്തെങ്കിലും അഭിപ്രായം പറയുന്ന പാവപ്പെട്ട ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും പണിയാൻ, അവരുടെ ജോലി തെറിപ്പിക്കാനൊക്കെ ശ്രമിച്ച ഒരുപാട് വേന്ദ്രന്മാർ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഒരുപാട് പേരുണ്ട്. സോഷ്യൽ മീഡിയയിൽ നരേന്ദ്രമോദിയുടെ ഒരു പോസ്റ്റ് ഇട്ടാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അല്ലെങ്കിൽ ജന്മദിനാശംസകൾ നേർന്നതിൻ്റെ പേരിൽ സഹപ്രവർത്തകർക്കെതിരെ പരാതി കൊടുത്ത പരമചെറ്റകളുണ്ട് ഒരുപാട് പേര്. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുക. ഇത് ചെറ്റത്തരമല്ല. കൂടെ അന്യനാട്ടിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചതിൻ്റെ പേരിൽ, ഒരു ജന്മദിനാശംസ നേർന്നതിൻ്റെ പേരിൽ പണി കളയിക്കാൻ മെയിൽ അയച്ച ആളുകളെ ചെറ്റകൾ എന്ന് വിളിച്ചാൽ അത് മിനിമമാണ്. വേറെ വാക്കുണ്ടോ വിളിക്കാൻ? അതൊന്നും നമുക്ക് പൊതുമാധ്യമത്തിലൂടെ പറയാൻ പറ്റില്ല. സ്വകാര്യമായി നമുക്ക് ആ പേരുകളൊക്കെ വിളിക്കാം. അത്തരക്കാരൊക്കെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എത്രയും പെട്ടെന്ന് ഇവന്മാർ തിരിച്ചു വരട്ടെ. ഇവിടെ വന്നാൽ പിന്നെ ഇവിടുത്തെ, പിന്നെ ദുബായിൽ പോയാൽ അവിടുത്തെ നിയമം അനുസരിക്കും, UAE നിയമം അനുസരിക്കും, GCCയിലൊക്കെ പോയാൽ അവിടുത്തെ നിയമമൊക്കെ നല്ല കുട്ടികളായിട്ട് അനുസരിക്കും. ഒരു നിയമവും ബാധകമല്ല. എന്ത് തെമ്മാടിത്തരവും കാണിക്കാൻ പറ്റുന്ന ഒരു രാജ്യം പോലെയായി ഇന്ത്യ ഇവർ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രവാസിയായ ബിനോയ് സെബാസ്റ്റ്യനെ പോലെയുള്ള ആളുകൾ, മോദി അങ്ങ് ഇത്രയെങ്കിലും ഫാസിസ്റ്റ് ആകുമോ? നോർത്ത് ഈസ്റ്റിൽ വലിയ കലാപം ഉണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധി ആ കലാപം അടിച്ചമർത്താൻ ഇന്ത്യൻ പൗരന്മാർ കലാപം നടത്തിയപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിനെ ഉപയോഗിച്ചു. വിമാനത്തിൽ വന്ന് വെടിവെച്ചു, വ്യോമസേന വിമാനങ്ങളിൽ. നരേന്ദ്രമോദി അത്രയൊന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്ന് പരാതിയുള്ള ഒരുപാട് പേരുണ്ട്. ഏതായാലും ഈ 17,000 പേര് പാകിസ്ഥാനികൾ പോയി, 20,000 ഇന്ത്യക്കാരുടെ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് GCC രാജ്യങ്ങൾ പൂർത്തിയാക്കി അവന്മാരെ ചവിട്ടി പുറത്താക്കട്ടെ എന്ന് ഞാൻ ഈ ഓണക്കാലത്ത് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും, എല്ലാ രാജ്യസ്നേഹികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.